എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഉത്സവവും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പോൾ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഭഗവതി നട ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളാണ്. തൃക്കാർത്തിക മഹോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ഒരു ദേശത്തിൻ്റെ ഉത്സവം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രകുളം. അപ്പോൾ ക്ഷേത്രകുളത്തിൽ ഈ വെള്ളം നിറച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ വീഡിയോ കാണുന്നത്. പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ കണ്ടില്ലേ, പൂക്കളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് കുളവും അതിന് ചുറ്റുമുള്ള പരിസരങ്ങളും നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ കുളത്തിലാണ് ദേവിയുടെ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ദേവി തിരിച്ച് കോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ചുറ്റും എല്ലായിടവും ദീപാലങ്കാരങ്ങളും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മലയൻകീഴ് വല്ലഭൻ, നമ്മുടെ ദേവിയെ ആനപ്പുറത്തേറ്റി കൊണ്ടുവരുന്നത് ഇവനാണ്. 3 ആനകളുണ്ട്. 3 ആനകളും അകമ്പടിയോടുകൂടിയാണ് ദേവി ഘോഷയാത്രയ്ക്ക് പോകുന്നത്. ഘോഷയാത്ര കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ആറാട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കാർത്തിക ദീപം തെളിയിക്കുന്നത്. അങ്ങനെ നമ്മൾ ആനയൊക്കെ കണ്ടു, ഫോട്ടോയൊക്കെ എടുത്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആറാട്ട് കഴിഞ്ഞ ഉടൻ തന്നെ കാർത്തിക ദീപം തെളിയിക്കും. അപ്പോൾ പിന്നീട് ഞങ്ങൾ കാർത്തിക ദീപം തെളിയിച്ചു. കോവിലിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദീപം തെളിയിക്കാം. ദീപം തെളിയിക്കുന്ന സമയത്ത് അവിടെയുള്ള ദീപാലങ്കാരങ്ങളെല്ലാം അണച്ചതിന് ശേഷമാണ് ഈ ദീപം തെളിയിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം കോവിൽ മുഴുവൻ ഈ ദീപത്തിൻ്റെ പ്രകാശത്തിൽ നല്ല തെളിഞ്ഞു നിൽക്കും. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇന്നത്തെ ദിവസത്തോടു കൂടി ദേവി അകത്ത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തോടുകൂടി എല്ലാം തീരും. ആറാട്ട് കഴിഞ്ഞ് താലപ്പൊലിയോടും മുത്തുക്കുടയോടും ചെണ്ടമേളത്തോടുകൂടി ദേവി അകത്തേക്ക് കയറുന്നതാണ് ബാക്കി വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കി വീഡിയോ എല്ലാവരും കാണുക.